ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ. ഇന്ന് നമുക്കൊരു ഓൾട്ടേഡ് ബോട്ടിൽ ചെയ്യാം. അത് ഒരു സീയിൽ കാണുന്ന സീഷെല്ലും മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഓൾട്ടേഡ് ബോട്ടിൽ ഉണ്ടാക്കാം. അതാണ് ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നല്ല ഭംഗിയല്ലേ? ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉണ്ട്, പിന്നെ സീഷെൽസ് ഉണ്ട്, അതുപോലെ തന്നെ പേൾസ് ഉണ്ട്, പിന്നെ കുറച്ച് മെറ്റാലിക് ഷെയ്ഡ് കളേഴ്സ് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുപ്പി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കളർ ഏതായാലും കുഴപ്പമില്ല, റെക്റ്റാങ്കിളോ റൗണ്ടോ ഒക്കെ ഏത് ടൈപ്പ് കുപ്പി എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗ്ലൂ, ടിഷ്യൂ പേപ്പർ ആൻഡ് സീഷൽ അല്ലെങ്കിൽ കക്ക, ചിപ്പി എന്നൊക്കെ പറയണ അതെടുത്തിട്ടുണ്ട്. പിന്നെ പേൾസ് വേണം, പിന്നെ പെയിൻറ്റ് വേണം. ഇനി ഗ്ലൂയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തിക്നെസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. കുപ്പി മൊത്തത്തിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പം മൊത്തത്തിലായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. നന്നായിട്ട് ഉണക്കിയെടുത്ത് ആ കുപ്പിയിലേക്ക് ഞാനിവിടെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഷോളിൻ്റെ ഒരു ചെറിയ നെറ്റ്, ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വല പോലെ നമുക്ക് ഒന്ന് വളച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി നമ്മളൊന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത്തിരി കട്ടിക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇതുപോലെ ചുരുട്ടി വെച്ച് കൊടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരല്പം ക്ലേ എടുത്തിട്ടുണ്ട്. മോൾഡിറ്റോ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് ബോൾസ് ആക്കിയെടുക്കുക, ചെറിയ ബോൾസ്. ക്ലേക്ക് പകരം നമുക്ക് പേൾസ് ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ബോൾസ് ഒട്ടിച്ചു കൊടുക്കണം. വലുതും ചെറുതായിട്ട് ചെറിയ ബോൾസാണ്. ഒരിടത്തരം വലുതും ചെറുതുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കക്ക അല്ലെങ്കിൽ ചിപ്പി ആ സീഷൽ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. 1, 2, 3 ആവാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ടീൽ ബ്ലൂ, അതായത് ഫെവിഗ്രിലിൻ്റെ ബ്ലൂ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പോഞ്ച് വെച്ച് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമ്മളിവിടെ പേൾ ബ്ലൂ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അത് നോക്കിയാൽ മതിയാകും. പിന്നെ നമ്മൾ അതൊന്ന് ടച്ച് ചെയ്തിട്ട് ഞാനിവിടെ കുപ്പിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇനി വേണ്ടത് പേൾ വൈറ്റാണ്. പേൾ വൈറ്റ് നമ്മൾ ആ ബോൾസിലും ചുറ്റി വെച്ചിരിക്കുന്ന ടിഷ്യൂവിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ബ്രഷിന് പകരം നമുക്ക് സ്പോഞ്ച് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ആ പേൾ വൈറ്റും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേൾസ് എടുക്കാം. പേൾസ് എടുത്തിട്ട് നമുക്ക് അതിനുള്ളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. സീഷലിനുള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഭംഗിക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗം ടിഷ്യൂ പേപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ക്രാഫ്റ്റിംഗ് ആൻഡ് ബൈ.